വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തിൽ നവകേരള സദസ്സിന് പിന്നാലെ കോടികൾ ചെലവിട്ട് വികസന സദസ്സ് സംഘടിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനായി ഏകദേശം 50 കോടിയിലധികം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീമമായ തുക സർക്കാർ നേരിട്ട് വഹിക്കില്ല എന്നതാണ്. പകരം അതത് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെയാണ് വികസന സദസ്സ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ പരിപാടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കും. തുടർന്ന് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കും. ഈ പരിപാടിക്കായി ഗ്രാമപഞ്ചായത്തുകൾ 2 ലക്ഷം, മുനിസിപ്പാലിറ്റികൾ 4 ലക്ഷം, കോർപ്പറേഷനുകൾ 6 ലക്ഷം എന്നിങ്ങനെ നിർബന്ധിതമായി പണം മുടക്കണം. ഇത് പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ തനത് ഫണ്ടോ ഉപയോഗിക്കാം. ഈ തുക തികയാതെ വന്നാൽ ആവശ്യമെങ്കിൽ സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്താമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും വ്യാപകമായ പണപ്പിരിവാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. നേരത്തെ നടന്ന കേരളീയം, നവകേരള സദസ്സ് തുടങ്ങിയ പരിപാടികൾക്കും സ്പോൺസർഷിപ്പ് വഴിയാണ് ഫണ്ട് കണ്ടെത്തിയത്. എന്നാൽ ഈ സ്പോൺസർമാർ ആരൊക്കെയാണെന്ന് സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതേ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഫണ്ട് പിരിവിന് സർക്കാർ കളമൊരുക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ നടത്തുന്ന ഈ ധൂർത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. നവകേരള സദസ്സിനായി 2 കോടി മുടക്കി നിർമ്മിച്ച ബസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും സംഘവും കേരളം മുഴുവൻ ചുറ്റിയെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും കോടികൾ മുടക്കി നടത്തുന്ന ഇത്തരം പരിപാടികൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ അതൃപ്തിക്ക് വഴിവെച്ചേക്കാം. ഇതിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സർക്കാർ മന്ദിരങ്ങൾ നവീകരിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ 2021 മുതൽ ഇതുവരെ ക്ലിഫ് ഹൗസ് നവീകരണത്തിനായി ഏകദേശം 4 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. ലിഫ്റ്റ് സ്ഥാപിക്കാനും കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും കക്കൂസും കുളിമുറിയും നവീകരിക്കാനും ഉൾപ്പെടെ 14 കോടിയാണ് പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളിലായി ചെലവഴിച്ചത്. പെയിന്റിങ്ങിന് മാത്രം 12 ലക്ഷം ചെലവഴിച്ചു. അതേസമയം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു വീട് നിർമ്മിക്കാൻ സർക്കാർ 4 ലക്ഷമാണ് അനുവദിക്കുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വയ്ക്കാൻ സർക്കാർ നൽകുന്ന തുകയേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചാണ് ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നിർമ്മിച്ചതെന്ന ആരോപണം ഈ വിവാദങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു. വികസന സദസ്സിനെ പ്രതിപക്ഷം ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി MP രാജേഷ് ചോദിച്ചു. പ്രതിപക്ഷ നേതാക്കൾ വികസന വിരോധികളാണെന്നും കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ഭരണപക്ഷം ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിന്റെ ഈ നീക്കങ്ങളെ ധൂർത്തായി വിശേഷിപ്പിച്ചു. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഈ പരിപാടികൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം തദ്ദേശ തിരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു.